നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഓഫ് കോഴ്സ് ലിവർപൂളും ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടൻഹാമും എസി മിലാനും ബാഴ്സലോണയും ഒക്കെ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിനുണ്ടെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. പറയുന്നത് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയാണ്. ഈ വമ്പൻ ക്ലബ്ബുകൾക്ക് ഇത്തവണ യോഗ്യത ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പലരും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് 32 ടീമുകളെ വെച്ച് ഈ ഒരു സമയത്ത് നടത്തിയതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനെതിരെ കൂടി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ വന്ന യൂറോപ്യൻ ടീമുകളൊക്കെ ഈ കളിയിൽ വളരെ ഹാപ്പിയാണ്. പിന്നെ പലരും ഞങ്ങൾ കൂടി പങ്കെടുക്കാൻ പറ്റുമോ എന്ന് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നു. ഓഫ് കോഴ്സ് ഈ ടീമുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ക്രൈറ്റീരിയ ഉണ്ടല്ലോ എന്നാണ് ഇപ്പോൾ ഇൻഫാന്റിനോ പറയുന്നത്. ഇൻഫാന്റിനോയുടെ വാക്കുകൾ ESPN FC റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിങ്ങനെയാണ്: ഞാൻ യൂറോപ്യൻ ടീമുകളോട്, ഇവിടെ വന്ന യൂറോപ്യൻ ടീമുകളോട് സംസാരിച്ചു. അവരൊക്കെ വളരെ ഹാപ്പിയാണ് ഈ ടൂർണമെന്റിൽ. ചില ടീമുകൾ, യൂറോപ്പിൽ നിന്ന് ചില ടീമുകൾ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവർ ഞങ്ങളെ വിളിച്ചിരുന്നു, ഫിഫയോട് ചോദിച്ചിരുന്നു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഓഫ് കോഴ്സ് ലിവർപൂൾ, ആഴ്സണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ടോട്ടൻഹാം, AC മിലാൻ, FC ബാഴ്സലോണ ഇങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ദർ ഇസ് എ ക്വാളിഫയിങ് ക്രൈറ്റീരിയ. തീർച്ചയായിട്ടും ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ നോക്കുകയാണ്. ഇത് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരിയാണ്, ക്രിറ്റിസിസംസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ കൂടുതൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഒരു രാജ്യത്ത് നിന്ന് 2 ടീമോ 4 ടീമോ അങ്ങനെ വല്ല ലിമിറ്റുകൾ വെക്കേണ്ടതുണ്ടോ? ഒരുപാട് എലമെന്റ്സ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഫോർ നൗ ഞങ്ങൾ 2029 വേൾഡ് കപ്പ്, ക്ലബ്ബ് വേൾഡ് കപ്പ് നടത്തണം. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എല്ലാവരുടെയും ഒപ്പീനിയൻ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻസും ഉണ്ട്. അത് ഓരോ ടൂർണമെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുമുണ്ട്. ഒപ്പീനിയൻസ് നമ്മളെ സ്വാഭാവികമായിട്ടും കൂടുതൽ നല്ല രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുപോകാൻ സഹായിക്കും. ഇപ്പോൾ ഒപ്പീനിയൻസ് കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് വരുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് സക്സസ് ആണ്. ഇത് ഫുട്ബോളിന്റെ ഒരു ഗോൾഡൻ എറക്ക് തുടക്കമിടുകയാണ് എന്നുകൂടി ഇപ്പോൾ ജിയാനി ഇൻഫാന്റിനോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.